ഒന്ന് ദിനവൃത്താന്തം 12-ാം അധ്യായം. കീശിൻ്റെ മകനായ ശൗലിൻ്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവൻ്റെ അടുക്കൽ വന്നവർ ആവിത്. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവനെ യുദ്ധത്തിൽ തുണ ചെയ്തു. അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിവാനും വില്ലുകൊണ്ട് അമ്പെയ്യുവാനും സമർത്ഥന്മാരായിരുന്നു. ബെന്യാമീന്യരായ ശൗലിൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ തലവനായ അഹിയേസർ, യോവാശ്, ഗിബെയോദ്യനായ ഷെമായിയുടെ പുത്രന്മാർ, അസ്മാവത്തിൻ്റെ പുത്രന്മാർ യസിയേൽ, പേലത്ത്, ബെരാഖ, അനാഥോത്യൻ യേഹു. 30 പേരിൽ വീരനും 30 പേർക്ക് നായകനുമായി ഗിബെയോന്യനായ ഇഷ്മയാവ്, ഇരമ്യാവ്, യഹസിയേൽ, യോഹന്നാൻ, ഗദോരത്തിനായ യോസാബാദ്, എലൂസ്യായി, യെരിമോത്ത്, ബെയല്യാവ്, ഷെമരിയാവ്, ഹരൂഫിനായ ഷെഫത്യാവ്, എൽക്കാന, ഇഷിയാവ്, അസരേൽ, കോരഹിരായ യവസർ, യാഷബ്യാം. ഗദോരിൽ നിന്നുള്ള യെരോഹാമിൻ്റെ പുത്രന്മാരായ യോവേല, സെബദ്യാവ്. പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധാഭ്യാസികളും ഗാദ്യരെ പിരിഞ്ഞു വന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോട് ചേർന്നു. അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെപ്പോലെ വേഗതയുള്ളവരുമായിരുന്നു. അവരാരെന്നാൽ തലവൻ ഏസർ, രണ്ടാമൻ ഒബദ്യാവ്, മൂന്നാമൻ ഏലിയാവ്, നാലാമൻ മിഷ്മന്ന, അഞ്ചാമൻ ഇരമ്യാവ്, ആറാമൻ അദ്ദായി, ഏഴാമൻ ഏലിയേൽ, എട്ടാമൻ യോഹന്നാൻ, ഒമ്പതാമൻ എൽസാബാദ്, പത്താമൻ ഇരമ്യാവ്, 11-ാമൻ മഗ്ബന്നായി. ഇവർ ഗാദ്യരിൽ പടനായകന്മാരായിരുന്നു. അവരിൽ ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്കും മതിയായവൻ. അവർ 1-ാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളെയൊക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. ചില ബെന്യാമീന്യരും യഹൂദ്യരും ദുർഗത്തിൽ ദാവീദിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് അവരെ എതിരേറ്റ് ചെന്ന് അവരോട്, നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എൻ്റെ കയ്യിൽ അന്യായം ഒന്നുമില്ലാതിരിക്കെ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 30 പേരിൽ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നു. ദാവീദേ, ഞങ്ങൾ നിനക്കുള്ളവർ. ഇശ്ശായി പുത്ര, നിന്റെ പക്ഷക്കാർ തന്നെ. സമാധാനം, നിനക്ക് സമാധാനം. നിന്റെ തുണയാളികൾക്കും സമാധാനം. നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നതെന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവരെ കൈക്കൊണ്ടു പടക്കൂട്ടത്തിന് തലവന്മാരാക്കി. ദാവീദ് ഫെലിസ്ത്യന്മാരോടുകൂടെ ശൗലിൻ്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനശ്ശേരിൽ ചിലരും അവനോട് ചേർന്നു. അവർ അവർക്ക് തുണ ചെയ്തില്ല താനും. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട്, അവൻ നമ്മുടെ തലയും കൊണ്ട് തൻ്റെ യജമാനനായ ശൗലിൻ്റെ പക്ഷം തിരിയുമെന്ന് പറഞ്ഞവനെ അയച്ചു കളഞ്ഞു. അങ്ങനെ അവൻ സിക്ലാഗിൽ ചെന്നപ്പോൾ മനശ്ശെയിൽ നിന്ന് അദ്നാഹ്, യോസാബാദ്, യെദിയയേൽ, മീഖായേൽ, യോസാബാദ്, ഏലീഹു, സില്യദായി എന്നീ മനശ്ശെയ സഹസ്രാധിമാർ അവനോട് ചേർന്നു. അവരൊക്കെയും വീരന്മാരും പടനായകന്മാരും ആയിരുന്നതുകൊണ്ട് കവർച്ചക്കൂട്ടത്തിൻ്റെ നേരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവൻ്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. യഹോവയുടെ വചനപ്രകാരം ശൗലിൻ്റെ രാജത്വം ദാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവൻ്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാവിത്. പരിചയം കുന്തവുമെടുത്ത് യുദ്ധസന്നദ്ധരായ യഹൂദ്യർ 6090 പേർ. ശിമെയോന്യരിൽ ശൗര്യമുള്ള യുദ്ധവീരന്മാർ 7600 പേർ. ലേവ്യരിൽ 4600 പേർ. അഹരോന്യരിൽ പ്രഭു യഹോയാദ, അവനോടുകൂടെ 3700 പേർ. പരാക്രമശാലിയായി യവനക്കാരനായ സാദോക്ക്, അവൻ്റെ പൃഥുഭവനത്തിലെ 22 പ്രഭുക്കന്മാർ. ശൗലിൻ്റെ സഹോദരന്മാരായ ബെന്യാമീന്യരിൽ 3000 പേർ. അവരിൽ ഭൂരിപക്ഷം അതുവരെ ശൗൽ ഗ്രഹത്തിൻ്റെ കാര്യം നോക്കി വന്നിരുന്നു. എഫ്രയീമ്യരിൽ പരാക്രമശാലികളായി തങ്ങളുടെ പൃഥുഭവനങ്ങളിൽ ശ്രുതിപ്പെട്ടവരായ 20800 പേർ. മനുഷ്യയുടെ പാതിഗോത്രത്തിൽ 18000 പേർ. ദാവീദിനെ രാജാവാക്കുവാൻ ചെല്ലേണ്ടതിന് ഇവരെ പേരുപേരായി കുറിച്ചിരുന്നു. ഇസ്സാകാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്നറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ. അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. സബൂലൂനിൽ യുദ്ധസന്നദ്ധരായി സകലവിധ യുദ്ധായുധങ്ങളെ ധരിച്ച് നിരനിരയായി ഐക്യമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ 50000 പേർ. നഫ്താലിയിൽ നായകന്മാർ 1000 പേർ. അവരോടുകൂടെ പരിചയം കുന്തവും എടുത്തവർ 37000 പേർ. ദാന്യരിൽ യുദ്ധസന്നദ്ധർ 28600 പേർ. ആശേരിൽ യുദ്ധസന്നദ്ധരായി പടയ്ക്ക് പുറപ്പെട്ടവർ 40000 പേർ. യോർദാനക്കരെ രൂബേന്യരിലും ഗാദ്യരിലും മനുഷ്യയുടെ പാതിഗോത്രത്തിലും സകലവിധ യുദ്ധായുധങ്ങളോടുകൂടെ 120,000 പേർ. അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു. ശേഷമുള്ള ഇസ്രായേലുമെല്ലാം
ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐക്യമത്യപ്പെട്ടിരുന്നു. അവർ അവിടെ ഭക്ഷിച്ചും പാനം ചെയ്തും കൊണ്ട് ദാവീദിനോടുകൂടെ 3 ദിവസം പാർത്തു. അവരുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടി വട്ടം കൂട്ടിയിരുന്നു. ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ ഇസ്സാഖാർ, സെബൂലൂൻ, നഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം, മാവ്, അത്തിപ്പഴക്കട്ട, ഉണക്കമുന്തിരിപ്പഴം, വീഞ്ഞ്, എണ്ണ എന്നിവയെയും കാളയെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു.